അങ്ങനെ ഞാനും അത് ചെയ്യുന്നു ഗൈസ്. ഐ തിങ്ക് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ട് ഒരു 6 months ആയിട്ടുണ്ടാവും. എനിക്ക് വീഡിയോ ചെയ്യാൻ സമയമില്ല, പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുമ്പ് ഞാൻ നല്ല ആക്റ്റീവ് ആയിരുന്നു, വേറെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, അവർ നല്ല ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളൂ. നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല സോങ്സ് ഒക്കെ വരുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാനത് ചെയ്യും. അപ്പൊ എനിക്ക് ഈ കമന്റ് ബോക്സിൽ എനിക്ക് നല്ല നല്ല കമന്റ്, നൈസ്, സൂപ്പർ, അടിപൊളി എന്നൊക്കെ പറയുന്ന ചില വ്യക്തികൾ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയക്കും. ഇത് വേറെ പണിയൊന്നുമില്ലേ, എന്താ നിനക്ക് ഓരോ കോലങ്ങള് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്ന എന്തിനാ, ഞങ്ങളെ ചിരിപ്പിക്കാനാണെങ്കിൽ വീഡിയോ ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞ് നമ്മളെ ഒരുമാതിരി കൊച്ചാക്കുന്ന രീതിയിൽ കുറച്ച് കമന്റ് ഒക്കെ വരും ഇൻബോക്സിൽ. അപ്പൊ ഞാനിത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ ഉൾപതിഞ്ഞു, എനിക്ക് പിന്നെ വീഡിയോസ് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹവും പോകും. പക്ഷെ ഞാൻ ചെയ്യും, വേറെ ഒന്നല്ല, ഞാനിങ്ങനെ നല്ല നല്ല വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ഈ സംഭവങ്ങൾ മറന്നു, പിന്നെ ഞാൻ വീഡിയോ ചെയ്യും, അങ്ങനെയാ. അപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നല്ലൊരു യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, അതൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ, ഒരു വൺ വേഴ്സ് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വരാൻ പോകുന്ന കമന്റ്സ് അതൊക്കെ ഓർക്കുമ്പോൾ അയ്യോ വേണ്ട, ഞാൻ എത്ര നാൾ കൊണ്ട് ഞാനിങ്ങനെ എനിക്ക് വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് ഞാൻ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നാളെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ ചെയ്യത്തില്ല. എനിക്ക് വരാൻ പോകുന്ന നെഗറ്റീവ് കമന്റ്സ് ഓർക്കും ഞാൻ ചെയ്യില്ല. അങ്ങനെ ഇരിക്കും. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തു, അതിന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുക, ഇങ്ങനെ ഓരോന്ന് സ്ക്രോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ എനിക്ക് കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ഭയങ്കര ആഗ്രഹമാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ എന്റെ അതേ സിറ്റുവേഷൻ അവർക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ മാത്രമല്ല ഇങ്ങനെ ആഗ്രഹമുള്ളവർക്കല്ല ഇതേ സിറ്റുവേഷൻ കാരണം അവർ തുടങ്ങാത്തത് എനിക്ക് മനസ്സിലായി. അപ്പൊ അതിൽ ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ അറിയാവുന്നവരെ മൊത്തം ബ്ലോക്ക് ചെയ്യാം. ഞാൻ ചെയ്തു. ഞാൻ എന്നെ അറിയാവുന്നതും എനിക്കറിയാവുന്നതും ആൾക്കാരെ എല്ലാവരെയും ഞാൻ ബ്ലോക്ക് ചെയ്യും. അതായത് ഇപ്പോ ഈ വീഡിയോ കാണുന്നത് എനിക്കറിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല, നിങ്ങൾ അപ്പൊ എന്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നത്. നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് പറയാനേ കൂടുള്ളവരുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അതിങ്ങനെ ഫോക്കസ് ചെയ്ത് അവരങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞു, ഇതിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നാലും സീരിയസ്ലി നമ്മൾ എവിടെ എത്തില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമ്മളിങ്ങനെ ഇരിക്കത്തേ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്നെ അറിയാത്തവരായിരിക്കാം, എനിക്കറിയാത്തവരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാം വിട്ടേക്ക്, സ്ക്രോൾ ചെയ്ത് വിട്ടേക്ക്.